വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നൊരു ഫ്രീ ഡേ ആണ്, വലിയ പരിപാടീസൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു എസ്കോയെ കുളിപ്പിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ കലാപരിപാടികൾ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ പുള്ളിക്ക് ഫുൾ ടൈം ചേർന്ന് നയിക്കണം. ജസ്കോ കുളിക്കാൻ പാ തോർത്തട് പോയി തോർത്തെന്തി ഗോ ഫെച്ച്. മഴ കയറി വരുന്നുണ്ട്. മഴയായതുകൊണ്ട് ഒരാഴ്ചയായിട്ട് കുളിപ്പിച്ചിട്ടില്ല. എനിവേയ്സ് നാട്ടിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ പോവാണ്. തോർത്തൊക്കെ പുള്ളി തന്നെ എടുത്തു. പിടിച്ചു കൊടുക്കണം ആദ്യമേ. വെയിറ്റ് വിട്, മടക്കി തരാം. തോർത്ത് സോപ്പ് എവിടെയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോപ്പ് എന്ത് ചെയ്യണ്ടേ? ഡ്രോപ്പ് സോപ്പ് വിട്. സോപ്പില്ല നീ എങ്ങനെ കുളിക്കും? ഇതങ്ങനെ അവൻ്റെ സോപ്പ് തീർന്നു. അപ്പോൾ നമുക്ക് കടയിൽ നിന്നും അവിടെ നിൽക്കടാ, വരുന്നു. സോപ്പ് മേടിക്കണം. മഴ വരുന്നുണ്ടെന്ന്, മഴയാണല്ലോ എല്ലാവരും. തൊടലിടാൻ നേരം പുള്ളിക്ക് ഭയങ്കര അനുസരണം. എവിടെ നിന്നാണെങ്കിലും തൊടലിൻ്റെ സൗണ്ട് കേട്ടാൽ ഇങ്ങ് വന്നു. അല്ലെങ്കിൽ ഒറ്റ ഓട്ട ലെസ്കോ. അപ്പോൾ ഞാൻ 2-3 ബേസ് ട്രെയിനിങ് തരാം. അപ്പോൾ ഇവന്മാർ ഡോഗ്സൊക്കെ ഉള്ളവർ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് ഡോഗ്സുകളായിരിക്കും മെയിൻലി. അപ്പം ഇതുപോലെ നടക്കണമെങ്കിൽ ജസ്റ്റ് ഡു വൺ തിങ്. ഇവന്മാർ നമ്മളെ വലിച്ചുകൊണ്ട് പോകുമല്ലോ, ഒറ്റ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ആ മരം നോക്കും ഉണ്ടോ, അവൻ്റെ സ്ലോ നടപ്പിച്ചിലൂടെ നമ്മുടെ കൂട്ടത്തിലായി. ഞാൻ തൊടലിച്ചൂടെ വലിച്ചു നിൽക്കുക, വീണ്ടും നോക്കും, എന്നിട്ട് ഒന്നുകൂടെ നിൽക്കുക. ഇനി നമ്മൾ നിൽക്കുമ്പോൾ അവൻ നോക്കും കണ്ടോ. അത്രയും ഫാസ്റ്റിൽ നമ്മുടെ കൂട്ടത്തിൽ ആ മൂവ്മെൻറ്റിൽ നടക്കാൻ തുടങ്ങും. ഇനി നമ്മൾ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും അവൻ നടക്കുന്നതും ചെയ്യുന്നതല്ല. കൊച്ചിലെ തൊട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പക്കാ ട്രെയിനിങ് ഒന്നും അല്ല, എൻ്റെ ലെവലിൽ യൂട്യൂബിൽ നോക്കി ചെറിയ ട്രെയിനിങ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തുണിയൊക്കെ അവനെ എടുക്കാൻ തന്നെ പഠിച്ചു കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു തവണ വായി വെച്ച് കൊടുത്തു. പിന്നെ ഫുൾ ടൈം പുള്ളിക്ക് കുളിക്കണമെന്ന് തോന്നുമ്പോൾ പുള്ളി ഈ സാധനമായിട്ട് ഇറങ്ങും. അഴിച്ചു വിട്ടാൽ തന്നെ പോയി കുളിച്ചിട്ട് കയറി വരികയും ചെയ്യും. ഗൈസ്, അങ്ങനെ ഷാമ്പൂ മേടിച്ച് നമ്മൾ തിരിച്ച് പോകുന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു പാർലേജിയുടെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്ക് കുളിയിലേക്ക് പോകാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പമ്പയിൽ നിന്നും ഒഴുകി വരുന്ന നല്ല അയ്യപ്പന്മാരുടെ ശുദ്ധമായ ജലം. ഇവിടെയാണ് കൊച്ചിലെ ഞങ്ങൾ ചാടുന്നതും കുളിക്കുന്നതും വെള്ളത്തിൽ മുങ്ങിപ്പോയതും എല്ലാം ഈ ആറ്റിലാണ് ഗൈസ്. ഇങ്ങനൊന്നും അല്ലായിരുന്നു ആറ്. 18 വെള്ളപ്പൊക്കത്തിൽ ആറിൻ്റെ ഷേപ്പ് ഫുള്ള് മാറി. ഇവിടെ
തോർത്ത് അവിടെ ഇട്ടല്ലേ, ഇങ്ങോട്ടോ ബാ. കുളിക്കാനൊക്കെ പുള്ളി തന്നെ ഇറങ്ങിക്കോളൂ. ഓ നല്ല തണുത്ത വെള്ളം ഗൈസ്. ആഹാ, എത്ര നേരം വേണേലും വെള്ളത്തിൽ കിടന്നോളൂ. സന്തോഷം അല്ലേ? മുങ്ങ് മുങ്ങ് പോ. നമുക്ക് ഇവൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. ഇവൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇവൻ നമ്മളെ രക്ഷിക്കാനായിട്ട് ചാടി വരും. പിന്നെ നമ്മൾ ഇവനെ പൊക്കി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. രക്ഷിക്കാൻ വന്ന് നമ്മൾ രക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പാടാണ്. അപ്പോൾ ഇവനെ എവിടെയെങ്കിലും തളച്ചിട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. പോയി ചാട് പോ. പിന്നെ വെള്ളത്തിൽ കൂടെ എന്നാ വരുന്ന കണ്ടാലും അത് പറക്കാനായിട്ടും കിട്ടിയോ? ഏതോ പട്ടിയെ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കയ്യിൽ നിന്ന് ഒന്നേ കടി മേടിക്കും, അല്ല തിരിച്ചു പോയി. കമ്മീർ എൻ്റെ വായന എന്തേലും മേടിക്കാനായിട്ട് പോവാ. പരിചയപ്പെടട്ടെന്ന് ഞാൻ ഓർത്തു. ബാ ബാ ബാ. കമ്മീർ ബാ. എന്നാ സോപ്പ് വെക്കണോ? ആ സോപ്പ് വെക്കാനായിട്ടാണ് ഗൈസ്. ചാട്ടം കഴിഞ്ഞിനി സോപ്പ് വെക്കണം. ഗൈസ് ഇങ്ങനെ കുളിപ്പീരെല്ലാം കഴിഞ്ഞു. കുളിപ്പീര് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല നല്ല മഴ വരുന്നുണ്ട്. മൂടി നിൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറി ചെല്ലണം. ഗൈസ് മഴ നമ്മുടെ ഒപ്പം വന്നു, പക്ഷെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നത്. ഓടിക്കോ ഓടിക്കോ. യെസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിൽ വന്ന് കയറി. അതാ കഴിഞ്ഞു. ഗുഡ് ബോയ്. അവിടെ കിടന്നോണേ കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഇവനെ കൊണ്ടൊരു ട്രിക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇതൊരു ബിസ്ക്കറ്റ് ഞാൻ നോർമലി കൊടുക്കുന്നത്, അവൻ കടിച്ച് പറിക്കുന്നത്. അടുത്ത് പെതുക്കാൻ വേണ്ടിടാ. ഓക്കെ ഗുഡ് ബോയ്. ഇത് പെതുക്കെ മേടിച്ചു. അടുത്ത് ഞാൻ കാണിച്ചു തരാം. പെതുക്കെ ചൂടൻ പെതുക്കെ, ഏറ്റവും പെതുക്കെ മേടിയിര്, ഏറ്റവും പെതുക്കെ. സ്പീഡ് കൂടി അറ്റം വന്നപ്പം ബിഹേവ് പെതുക്കെ മേടിയിര്. വിശന്നായിരുന്നു, പാവത്തിന് വിശന്നായിരുന്നു. ഇതെല്ലാം നിനക്കാ തരാം. ആടി ബിഹേവ് ബിഹേവ് ബിഹേവ്. പെതുക്കെ വേണ്ടിയിര്. ആ ഇച്ചൂടം പെതുക്കെ, ഇച്ചൂടം പെതുക്കെ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കണ്ടോ, ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ ഞാൻ പഠിപ്പിച്ചതല്ല. പെതുക്കെ മേടിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പെതുക്കെ മേടിക്കുന്ന ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂട്ടിൽ കയറാൻ പറഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യമാണ്. അല്ലേ സ്കോ? കൂട്ടിക്കയറാം, കൂട്ടിക്കയറാം. അപ്പോൾ തന്നെ അവൻ്റെ മോന്തയൊക്കെ അങ്ങ് ചുളുന്നു. ബാ കൂട്ടിക്കയറാം, ബാ ബാ കൂട്ടിക്കയറാം.
ബാ ബാ ബാ. പിന്നെ പുള്ളിക്ക് അങ്ങ് വയ്യ, കിടക്ക. വേണ്ടേ കുട്ടിക്കറണ്ടേ? ബാ കൂട്ടിക്കയറാം. ബാ കൂട്ടിക്കയറാൻ പറയുമ്പോൾ അവിടെ അങ്ങ് സാറ് പോയി കിടക്ക്. ബാ കൂട്ടിക്കയറാം. ബാ ബാഡ കുട്ട. യെസ്, ഇങ്ങനെ നമ്മൾ കുളിപ്പേര് കഴിഞ്ഞ് അവനെ കൂട്ടി കയറ്റിയിരിക്കുന്നു ഗൈസ്. വെള്ളം വേണോ? കുറച്ച് വെള്ളം കൂടെ കൊടുക്കും ഗൈസ്. അങ്ങനെ കുളിപ്പേരും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വെള്ളവും കൊടുത്ത് ഇനി ഞാൻ എൻ്റെ കുളി നടത്തട്ടെ. അത് മുഴുവൻ പൂടെയാണ്, പട്ടിപ്പൂട. വായിക്കാത്ത വെള്ളം കയറിയാൽ വേറെ വല്ല അസുഖം. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് പോട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു, വൃത്തിയായി റെഡിയായി. അപ്പം ഇനിയും താഴെ വരച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നിനിയും വേറെ പരിപാടീസ് ഒന്നുമില്ല. അനിയൻ വരുന്നുണ്ട്. അപ്പം വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. അങ്ങനെ ഇന്നത്തെ ദിവസവും വേറെ പരിപാടികളിലൊന്നുമില്ലാതെ ഗെയിം കളിച്ചും സംഭവങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.